ഹലോ എവരിവൺ, എൻ്റെ പേര് ഡോക്ടർ ബോബി കൃഷ്ണ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കഷണ്ടിയുടെ 2 സിവിയർ ഫോംസ് ആണ്. ഒന്ന് ഡിഫ്യൂസ് പാറ്റേൺഡ് അലോപേഷ്യ ആൻഡ് ഡിഫ്യൂസ് അൺപാറ്റേൺഡ് അലോപേഷ്യ. കഷണ്ടി നമുക്കറിയാം സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകും. അതിന് 2 തരം പാറ്റേൺ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ മെയിൽ പാറ്റേൺ അലോപേഷ്യ അല്ലെങ്കിൽ ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യ എന്ന് പറയും. ആണുങ്ങളുടെ നെറ്റി കയറി ബാക്കിലെ മുടി വട്ടത്തിൽ പോകുന്ന ആ രീതി രണ്ടും കൂടെ ചേർന്ന് വരുന്നതിനെ മെയിൽ പാറ്റേൺ എന്ന്, സ്ത്രീകളിൽ ഉള്ളു കുറഞ്ഞ് ഭയങ്കരമായിട്ട് തിന്നിങ് ഉണ്ടാകുന്നതിനെ ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യ എന്ന് പറയും. ഇതൊക്കെ വളരെ സാവധാനം പ്രോഗ്രസ് ചെയ്യുന്ന 2 അലോപേഷ്യകളാണ്, കഷണ്ടികളാണ്. എന്നാൽ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്നതാണ് ഡിഫ്യൂസ് പാറ്റേൺഡ് അലോപേഷ്യ അല്ലെങ്കിൽ ഡിഫ്യൂസ് അൺപാറ്റേൺഡ് അലോപേഷ്യ. അല്ലെ ഡിഫ്യൂസ് പാറ്റേൺഡ് അലോപേഷ്യ എന്ന് പറയുന്നത് മൊത്തത്തിൽ മുടി തിന്നിങ് ആകുന്ന ഒരു കണ്ടീഷനാണ്. നമുക്കൊരു പാറ്റേണിൽ അതങ്ങ് പോകും മൊത്തത്തിലായിട്ട്, ജനറലൈസ്ഡ് ആയിട്ട്, അവിടുന്ന് ഇവിടുന്നും അല്ലാതെ. പക്ഷേ അൺപാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല. മൊത്തത്തിൽ എല്ലായിടത്തുനിന്നും എങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഡിഫ്യൂസ് അൺപാറ്റേൺഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിഫ്യൂസ് പാറ്റേൺഡ് അലോപേഷ്യ എന്ന് പറയുന്നത് നമുക്ക് 2 കണ്ടീഷൻസിലാണ് കോമൺലി വരുന്നത്. ഒന്ന്, ഒരുപാട് നമുക്ക് ഒരു സ്ട്രെസ് പെട്ടെന്ന് വരിക. ഉദാഹരണത്തിന് കോമൺ ആയിട്ട് കാണുന്നത് നമുക്ക് ഡെങ്കുപ്പനി വരും. വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഡെങ്കുപ്പനി വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ടൈഫോയിഡ് വന്നിട്ട്, മലേറിയ വന്നു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു പെട്ടെന്ന് ടീലജൻ എഫ്ലൂവിയം ഒരു ഡിഫ്യൂസ് പാറ്റേൺ അലോപേഷ്യ ആയിട്ട് പറയാറുണ്ട്. പിന്നെ അതേപോലെ അലോപേഷ്യ ഏരിയറ്റയിൽ അലോപേഷ്യ ഏരിയറ്റ ഇൻകോഗ്നിറ്റോ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ. അലോപേഷ്യ ഏരിയറ്റ എന്ന് പറയുന്നത് കഷണ്ടി അല്ല, അത് യഥാർത്ഥത്തിൽ നമ്മുടെ മുടിക്കെതിരെ നമ്മുടെ ശരീരം തന്നെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിലും നമുക്ക് ഇതേപോലെ മുടി പെട്ടെന്ന് പോകാറുണ്ട്. പക്ഷെ അത് നമുക്ക് സ്റ്റിറോയിഡ്സ് പോലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിനെ കുറയ്ക്കുന്നതായിട്ടുള്ള മരുന്നുകൾ എടുത്ത് മാറ്റാൻ പറ്റുന്ന കണ്ടീഷനാണ്. ഞാൻ ഈ പറഞ്ഞ ഡൂപ്പ അല്ലെങ്കിൽ ഡിഫ്യൂസ് അൺപാറ്റേൺഡ് അലോപേഷ്യ എന്ന് പറഞ്ഞ കഷണ്ടിയുടെ സിവിയർ ആയിട്ടുള്ള ഒരു അലോപേഷ്യ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് 2-3 മാസങ്ങൾ തൊട്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ പെട്ടെന്ന് കഷണ്ടിയാകുന്ന ഒരു അവസ്ഥയാണ്. സാധാരണ രീതിയിൽ പെട്ടെന്ന് കഷണ്ടിയാകുന്നത് അതിപ്പോഴും വളരെ കോമൺ ആയിട്ട് നമ്മുടെ യങ്സ്റ്റേഴ്സിൽ ഒരു 10-16 വയസ്സുള്ള സ്റ്റുഡൻസിൽ അത് കാണാറുണ്ട്. അതിൻ്റെ കാരണം ഇതേവരെ കണ്ടുപിടിച്ചിട്ടില്ല. വളരെ കോമൺ ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് നമ്മളിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഗുണം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലുള്ള അലോപേഷ്യ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് അതിനെ പെട്ടെന്ന് മെഡിക്കലി ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പരിധി വരെ അവരുടെ ആ ഒരു സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും ഒരു കല്യാണത്തിൻ്റെ തുടക്കമൊക്കെ അവർക്ക് തലയിൽ കാണും. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മുടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു വിഗോ ഹെയർ ഫിക്സിങ്ങോ ഒക്കെ ചെയ്യാം. കാരണം ഇതിൽ ഞങ്ങൾ ആരും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പറയാറില്ല. പക്ഷേ പലരും, ഞങ്ങൾക്കിപ്പം ഞാനൊരു ഡെർമറ്റോളജിസ്റ്റാണ്, പലരും ഈ ഒരു അൺപാറ്റേൺഡ് അലോപേഷ്യയിലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാതെ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക, ഇത് ഏത് തരത്തിലുള്ള അലോപേഷ്യയാണ് നിങ്ങൾക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിന്നിനെ കുറിച്ച് അധികമായിട്ട് പഠിച്ച അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് പറഞ്ഞു തന്നിട്ട് അത് നിങ്ങൾക്ക് അത് വേണോ വേണ്ടയോ എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതല്ലാത്തതിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ 50,000 മുതൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപ വരെ മുടക്കി ചെയ്തിട്ട് പ്രയോജനമില്ലാത്തൊരവസ്ഥ വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.